ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വീട്ടിൽ നിന്ന് നമുക്ക് നെയ്യ് എടുക്കണത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ പാല് നന്നായിട്ട് കാച്ചി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആട നമുക്ക് ഇതുപോലെ കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ആട കിട്ടും. അപ്പോൾ ഇതാ കോരിയെടുത്ത ആട 2 ബോട്ടിലാക്കി ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ ആടയും കൊണ്ടാണ് നമ്മളിന്ന് വെണ്ണ ആവശ്യമുള്ളവർക്ക് വെണ്ണയും നെയ്യ് ആവശ്യമുള്ളവർക്ക് നെയ്യും ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ആടയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ വെണ്ണ ഇതുപോലെ തനിച്ച് മാറി വരും. എന്നിട്ട് നമുക്കത് മുകളിലേക്ക് ഉരുണ്ട് വരുന്ന വെണ്ണനെ ഓരോരോ ഉരുളകളാക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കുക. അങ്ങനെ എല്ലാ വെണ്ണയും ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് നമുക്ക് വെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെണ്ണയാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വെണ്ണനെ തന്നെ നമുക്ക് ഒരു പാനിലിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നെയ്യുടെ ആവശ്യത്തിന് നെയ്യാക്കി എടുക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം, നെയ്യാക്കി എടുക്കുക. അപ്പോൾ ഇതാ വെണ്ണയൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നെയ്യായി മാറും. അപ്പോൾ ഇതാ നല്ല പോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് അരിമണിയും മുരിങ്ങയുടെ കുലുന്തും കൂടെ നമുക്കതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് അതൊന്ന് മുറുകി വരണം. അപ്പോൾ അത് നന്നായിട്ട് മുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് അരിച്ച് ഒരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് ഇതാ നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3/4 ലിറ്റർ നെയ്യോളം എനിക്ക് ഇതിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ എടുത്തിട്ട് നെയ്യൊക്കെ സൂപ്പറായി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ അരിച്ച് കുപ്പിയിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കൂടെ കൂടാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.